നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്കലം പാപനാശം ബീച്ചിലാണ്. സാധാരണഗതിയിലേതുപോലെ തന്നെ ഇവിടെ കടകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്തെങ്കിലും ഈ ഒരു ഹർത്താൽ ഇവരെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കല പാപനാശം ബീച്ചിലെ വ്യാപാര സ്ഥാപനങ്ങളിലൊന്നും ബന്ദ് വലിയ പ്രതിഫലനമുണ്ടാക്കിയില്ല. ഹോട്ടലുകൾ, ചായക്കടകൾ, കടകൾ മറ്റുമൊക്കെ സാധാരണഗതിയിൽ തന്നെ തുറന്നു പ്രവർത്തിച്ചിരുന്നു. പിന്നെ ഹർത്താൽ എല്ലാ ആണ്ടിലും ഹർത്താലിന് ഭാരത ബന്ദിന് ഇവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഹർത്താൽ കട അടപ്പിക്കാൻ പറ്റും. അതായത് ഇന്ന് ഇതുവരെയും വന്നില്ല. അതാദ്യത്തെ ആകുമ്പോൾ പറയട്ടെ. പിന്നെ സമാധാനം ഒരു അന്തരീക്ഷമാണ്. വേറെ അടിയ പ്രശ്നങ്ങൾ ഇവിടെ ഒന്നുമില്ല. ഹർത്താൽ അനുഭാവികളായിട്ടും ഇവിടെ കടകളിൽ ശല്യപ്പെടുത്താൻ ആരും വന്നിട്ടില്ല. കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കാത്തതുമുണ്ട്, കൂട്ടിയിട്ട് പോയതുമുണ്ട്. നമ്മൾ എല്ലാ ആണ്ടിലും എല്ലാ പ്രാവശ്യം 28 വർഷം കൊണ്ടുള്ള കടയാണ് ഇത്. അപ്പോൾ ഇവിടെ ഇതുവരെയായിട്ടും എല്ലാ ഭാരത ബന്ദിനും ഞങ്ങൾ രാവിലെ ഈ ബലിതർപ്പണം ഉള്ളത് കൊണ്ട് തുറക്കും. പക്ഷേ ഭാരത ബന്ദിൻ്റെ അന്ന് ആൾക്കാർ ഒന്ന് അടപ്പിക്കുക പതിവ്. പക്ഷെ അന്നേരം ഞങ്ങൾ അടച്ചു കൊടുക്കുകയും ചെയ്യും. അടച്ചിട്ട് പിന്നെ വൈകുന്നേരത്തെ എപ്പോഴെങ്കിലും തുറക്കുകയുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അതുണ്ടായില്ല. എന്താണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ബന്ദിനെ എങ്ങനെയാണ് അനുഭവിക്കുന്നതെന്നും വെളിയിലോട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. എന്തെങ്കിലും കച്ചവടക്കാരൊക്കെ ഉണ്ടോ? കച്ചവടക്കാരെന്നില്ല, ആൾക്കാർ കുറവാണ്. നല്ലതായിട്ട് ആൾക്കാർ കുറവാണ്. സദാസമയം ജനനിബിഡമായ പാപനാശം ബീച്ച് ഇന്ന് തീർത്തും വിജനമായിരുന്നു. ദിവസേന 100 കണക്കിന് ആൾക്കാരെത്തുന്ന ഈ മേഖലയിൽ ഇന്ന് സന്ദർശകർ പൂർണ്ണമായും അകലം പാലിച്ച നിലയിലാണ്. ഹർത്താലായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം മേഖല മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടേക്കാണ്. ഇവിടെ യാതൊരു പ്രശ്നങ്ങളും നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഹർത്താൽ കാരണം ഇന്ധന ലഭ്യത ഇല്ലാത്തത് പാപനാശം വിനോദസഞ്ചാര മേഖലയിലെ ഓട്ടോറിക്ഷ സേവനങ്ങളും മറ്റും തടസ്സപ്പെട്ടു. ഓട്ടോ ഓടുന്നില്ല, പെട്രോളില്ല, ഡീസലില്ലാത്തതുകൊണ്ട് ഓടുന്നില്ല. കുറച്ച് വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. ബുദ്ധിമുട്ട് തന്നെ, 2 ദിവസം കൊണ്ട് ബുദ്ധിമുട്ടല്ലേ. പാപനാശത്തിന് സമീപത്തെ ഹോട്ടലുകളും കടകളും സന്ദർശകരെ സ്വീകരിക്കാൻ തയ്യാറായ നിലയിലായിരുന്നു. എന്നാൽ ബന്ദ് പ്രഖ്യാപനം കാരണം പല സ്ഥലങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്തത് വ്യാപാരികൾക്ക് തിരിച്ചടിയായി. വിസ്മയ ന്യൂസ്, വർക്കല.